അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. 6ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പാദവാർഷിക പരീക്ഷയാണ് വരുന്നത്. നിങ്ങൾക്ക് തജ്വീദിൽ 5 പാഠവും, ഫിഖ്ഹിൽ 6 പാഠവും, ദുറൂസിൽ 5 പാഠവും, താരീഖിൽ 5 പാഠവും, ലിസാനിൽ നിന്ന് 4 പാഠവുമാണ് എക്സാമിലേക്ക് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത്. എല്ലാവരും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തിയിട്ട് മനസ്സിലാക്കി പഠിക്കണം. നമുക്ക് ചോദ്യപേപ്പർ നോക്കാം. ഫിഖ്ഹിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് എന്താണ്? ശരിയുത്തരം അടയാളപ്പെടുത്താനാണ്. ഇവിടെ വരുന്ന ചോദ്യം അത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇതൊരു മാതൃകാ ചോദ്യപേപ്പറാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ മറ്റു ഭാഗങ്ങളൊക്കെ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കി പഠിക്കണം. ഒന്നാമത് വന്നത് എന്താണ്? ഇമാമ സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ മഅ്മൂമ് ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ എന്താണ്? ശരിയാണോ തെറ്റാണോ? അതാണ് നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതവിടെ തെറ്റാണ്. എന്താണ്? ഇമാമ സഹ്വിൻ്റെ സുജൂദ് ചെയ്താൽ മഅ്മൂമ് സുജൂദ് ചെയ്യൽ എന്താണ്? നിർബന്ധമാണ്. അപ്പോൾ നമുക്കവിടെ തെറ്റടയാളപ്പെടുത്താം. അടുത്തതാ, റമളാനിലെ പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. അത് ശരിയാണ്. റമളാനിലെ പ്രത്യേക സുന്നത്ത് നിസ്കാരമാണ് തറാവീഹ്. അടുത്തത്, റവാത്തിബ് നിസ്കാരങ്ങളെക്കാൾ പുണ്യമുള്ളതാണ് വിത്ർ നിസ്കാരം. എന്താണ്? ശരിയാണോ? അപ്പോൾ നമുക്കവിടെ ടിക്ക് ചെയ്യാം. റവാത്തിബ് നിസ്കാരത്തെക്കാൾ പുണ്യമുള്ളതാണ് വിത്ർ നിസ്കാരം. അടുത്തതാ, 2 മർഹല ഏകദേശം 331 കിലോമീറ്റർ ആണ് എന്നാണ്. എന്താണ്? തെറ്റാണ് അല്ലേ? എത്രയാണ്? 133 കിലോമീറ്റർ ആണ് ഏകദേശം. അതാണ് ശരി. 133 കിലോമീറ്റർ എന്നതാണ് ശരി. അപ്പോൾ നമുക്കിവിടെ തെറ്റിടാം. 2 മർഹല എന്ന് പറഞ്ഞാൽ ഏകദേശം 133 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം, പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രം ധരിക്കൽ നിർബന്ധമാണ്. ശരിയാണോ? തെറ്റാണ്. അപ്പോൾ നമ്മളവിടെ പാഠത്തിൽ പഠിച്ചത് എന്താണ്? പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രമാണ് അഫ്ളൽ എന്നാണ്. അവിടെ നിർബന്ധം എന്നില്ല, അഫ്ളലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെന്താണ്? കിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണ്. കിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണ്. അത് ശരിയാണ്. അടുത്തത് ഉത്തരം എഴുതാനാണ്. എന്താണ്? സഹ്വിന്റെ സുജൂദ് എന്നാൽ എന്ത്? എന്താണ് സഹ്വിന്റെ സുജൂദ്? നിസ്കാരത്തിൽ ഉണ്ടാകുന്ന ചില അപാകതകൾക്ക് പരിഹാരമായി സലാമിന്റെ അല്പം മുമ്പ് ചെയ്യുന്ന 2 സുജൂദിനാണ് സഹ്വിന്റെ സുജൂദ് എന്ന് പറയുന്നത്. നിസ്കാരത്തിൽ ഉണ്ടാകുന്ന ചില അപാകതകൾക്ക് പരിഹാരമായി സലാമിന്റെ അല്പം മുമ്പ് ചെയ്യുന്ന 2 സുജൂദിനാണ് സഹ്വിന്റെ സുജൂദ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഏതാണ്? വിത്ർ ഒന്നിലധികം നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്അത്തുകളിൽ ഓതേണ്ടവ. എന്താണ്? ഒന്നിലധികം നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം 1-ാം റക്അത്തിൽ സൂറത്തുൽ അഅ്ലായും 2-ാം റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും 3-ാം റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈനി എന്നിവയുമാണ് ഓതേണ്ടത്. അടുത്ത ചോദ്യം എന്താണ്? തറാവീഹ് നിസ്കാരത്തിന്റെ നിയ്യത്ത്. എന്താണ് തറാവീഹ് നിസ്കാരത്തിന്റെ നിയ്യത്ത്? തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് ഓരോ 2 റക്അത്തിലും നിയ്യത്ത് ചെയ്യണം. അതാണ് തറാവീഹിന്റെ നിയ്യത്ത്. അല്ലെങ്കിൽ ഖിയാമു റമളാനിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് ഓരോ 2 റക്അത്തിലും നിയ്യത്ത് ചെയ്യണം. അപ്പൊ തറാവീഹിന്റെ നിയ്യത്ത് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം എന്താണ്? അമുസ്ലിം സ്ത്രീകളുടെ അടുത്ത് സ്ത്രീയുടെ ഔറത്ത്. ഏതാണ്? അമുസ്ലിം സ്ത്രീകളുടെ അടുത്ത് ജോലി ചെയ്യുമ്പോൾ വെളിവാകുന്ന ഭാഗമല്ലാത്തവയാണ് സ്ത്രീയുടെ ഔറത്ത്. അടുത്ത ചോദ്യം എന്താണ്? എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് സംശയിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഈ ഘട്ടത്തിൽ കുറഞ്ഞ എണ്ണം ഉറപ്പിച്ച് ബാക്കി നിസ്കരിക്കുക. അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കൂടുതലാവാൻ സാധ്യതയുള്ള നിലയിൽ റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയിക്കുക. ഈ ഘട്ടത്തിൽ കുറഞ്ഞ എണ്ണം ഉറപ്പിച്ച് ബാക്കി നിസ്കരിക്കുക. അവസാനം സഹ്വിന്റെ സുജൂദ് ചെയ്യുക. ഇതാണ് റക്അത്ത്
എത്ര നിസ്കരിച്ചു എന്ന് സംശയിച്ചാൽ ചെയ്യേണ്ടത്. അടുത്തത് ജംഅ് എന്നാൽ എന്താണ് ജംഅ്? ളുഹുറും അസറും ഒന്നിച്ചും മഗ്‌രിബും ഇശാവും ഒന്നിച്ചും രണ്ടിലൊന്നിന്റെ സമയത്ത് നിസ്കരിക്കലാണ് ജംഅ്. ളുഹുറും അസറും ഒന്നിച്ചും മഗ്‌രിബും ഇശാവും ഒന്നിച്ച് രണ്ടിലൊന്നിന്റെ സമയത്ത് നിസ്കരിക്കലാണ് ജംഅ്. ഇനി സമയം എഴുതാനാണ് നമുക്കിവിടെ വന്നത്. എന്താണ്? വിത്റിന്റെ സമയം. വിത്റിന്റെ സമയം ഇശാ നിസ്കാരത്തിന്റെയും ഫജറിന്റെയും ഇടയിലാണ്. ഇശാ നിസ്കാരത്തിന്റെയും ഫജറിന്റെയും ഇടയിലാണ് വിത്റിന്റെ സമയം. രാത്രിയിലെ അവസാന നിസ്കാരം വിത്റിലാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ മനസ്സിലാക്കിയാൽ മതി. അടുത്ത തഹജ്ജുദിന്റെ സമയം. തഹജ്ജുദിന്റെ സമയം രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമാണ്. രാത്രി ഉറങ്ങി ഉണർന്ന ശേഷമാണ് തഹജ്ജുദിന്റെ സമയം. അടുത്തത് തറാവീഹിന്റെ സമയം. ഇശാ നിസ്കരിച്ച ശേഷം ഫജർ വരെയാണ്. ഇശാ നിസ്കരിച്ച ശേഷം ഫജർ വരെയാണ് തറാവീഹിന്റെ സമയം. അത് 20 റക്അത്താണ്. വിത്ർ കൂടിയത് 11ആണ്. ഏറ്റവും ചുരുങ്ങിയത് 1 റക്അത്താണ്. അത് നമുക്ക് അവസാനം റിവിഷനായിട്ട് പാഠഭാഗം എന്ന് പറയാം. അപ്പൊ മനസ്സിലാക്കാം. അടുത്ത ചോദ്യം എന്താണ്? യോജിച്ചത് നമുക്ക് അവിടുന്ന് ചേർത്ത് കൊടുക്കണം. എന്താണ്? സലാമിന് ശേഷം ഉണ്ടാകുന്ന സംശയത്തിന് എന്താണ്? പരിഗണനയില്ല. അത് അവിടെ പരിഗണനയില്ല. പിന്നെ തറാവീഹിന്റെ മറ്റൊരു പേരാണ് ഖിയാമു റമളാൻ. ഖിയാമു റമളാൻ തറാവീഹിന്റെ മറ്റൊരു പേര്. അടുത്തതാ തഹജ്ജുദ് ഈ 2 റക്അത്തുകളായി എത്രയും നിസ്കരിക്കാം. തഹജ്ജുദ് ഈ 2 റക്അത്തുകളായിട്ട് എത്രയും നിസ്കരിക്കാം. വിത്ർ പതിവായി 1 റക്അത്ത് നിസ്കരിക്കൽ എന്താണ്? കറാഹത്താണ്. വിത്ർ പതിവായി 1 റക്അത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. അടുത്തത് 4 റക്അത്ത് 2 ആക്കി നിസ്കരിക്കലാണെന്ത്? കസ്റ്. 4 റക്അത്ത് 2 ആക്കി നിസ്കരിക്കലാണ് കസ്റ്. അപ്പോൾ അവിടെ മനസ്സിലാക്കാം. അടുത്ത ഇനി 2 എണ്ണം വീതം എഴുതാനാണ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഗുണങ്ങൾ എഴുതണം. എന്തൊക്കെയാണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഗുണങ്ങൾ? അത് മുൻഗാമികളുടെ ശീലങ്ങളിൽപ്പെട്ടതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവും പാപമോചനത്തിനുള്ള വഴിയും ദുഷ്പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതുമാണ്. ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കുകയും ചെയ്യും. ഇത് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പം അതിന്ന് 2 എണ്ണം അവിടെ എഴുതി കൊടുക്കാം. അടുത്തത് എന്താണ്? പുരുഷൻ ധരിക്കൽ ഹറാമായവ. പുരുഷൻ ധരിക്കൽ ഹറാമായവ എന്തൊക്കെയാണ്? പട്ടുവസ്ത്രങ്ങൾ, സ്വർണം, വെള്ളി, ആഭരണങ്ങൾ എന്നിവ പുരുഷന്മാർക്ക് ഹറാമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ 2 എണ്ണം എഴുതുക. പട്ടുവസ്ത്രങ്ങൾ, സ്വർണം, അങ്ങനെ 2 എണ്ണം എഴുതി കൊടുക്കാം. അടുത്തെന്താണ്? ജംഇനും കസ്റിനുമുള്ള ചില നിബന്ധനകൾ. അതൊന്ന് 2 എണ്ണം. ലക്ഷ്യസ്ഥാനം അറിയണം. താമസിക്കുന്ന നാട് വിട്ടുകിടക്കണം. അനുവദനീയമായ യാത്രയാവണം. ദീർഘയാത്രയായിരിക്കണം. ഇതൊക്കെ ജംഇനും കസ്റിനുമുള്ള നിബന്ധനകളായിരുന്നു. അതൊന്ന് നമുക്ക് അവിടെ 2 എണ്ണം എഴുതാം. ഇനി അർത്ഥം എഴുതാനാണ്. മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബൻ നുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. എന്താണ് അർത്ഥം വരുന്നത്? വിശ്വാസത്തോടെയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ റമളാൻ മാസം രാത്രി നിസ്കരിച്ചാൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞുപോയ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. നമ്മൾ തറാവീഹിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അടുത്തതാ അന്നൻ നബിയു കാന ഉസല്ലി ഫി റമളാന 20 റക്അത്തൻ സിവാ വിത്ർ. എന്താണ്? നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു. ഇനി അടുത്ത പൂരിപ്പിക്കാനാണ്. മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ മുഖവും ഉള്ളൻകാലും എന്നിവ കൊണ്ട് മുന്നിരണം. കിബിലക്ക് മുന്നിരണം പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ചും മുഖവും കൊണ്ടും, മലർന്ന് കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം, ഉള്ളൻകാല് എന്നിവ കൊണ്ടും മുന്നിടണമെന്ന്. അപ്പം അത് പൂർത്തിയാക്കി കൊടുക്കണം. ഇനി എന്താണ്? അറിഞ്ഞും മനഃപൂർവ്വവും ഇമാമിൻ്റെ കൂടെ സഹവിൻ്റെ സുജൂദ് ചെയ്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. അറിഞ്ഞും മനഃപൂർവ്വവും ഇമാമിൻ്റെ കൂടെ സുജൂദ് ചെയ്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. പാഠഭാഗത്തിൽ ഇതുപോലുള്ള ഓരോ പോയിന്റുകളും നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. ഇല്ലെങ്കിൽ പൂർത്തിയാക്കാൻ കഴിയില്ല. അടുത്തത് എന്താണ്?
തറാവീഹ് പേര് വന്നത് എല്ലാ 4 റക്അത്തുകളുടെയും ഉടനെ സഹാബത്ത് വിശ്രമിക്കാറുണ്ടായിരുന്നു. തറാവീഹ് എന്ന പദത്തിന്റെ അർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാവുന്നു. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാലാണ് തറാവീഹ് എന്ന പേര് ലഭിച്ചത്. അപ്പൊ ഇവിടെ സഹാബത്ത് വിശ്രമിക്കാറുണ്ടായിരുന്നു. പൂർത്തിയാക്കാം. അടുത്തതാ വിത്ർ നിസ്കാര ശേഷം 3 പ്രാവശ്യം. വിത്റിന് ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ ചൊല്ലൽ സുന്നത്താണ്. അപ്പൊ അത് നമുക്കവിടെ എഴുതാം. അടുത്ത എന്താണ്? വിത്ർ നിസ്കാരത്തിന്റെ പൂർണ്ണമായത് 11 റക്അത്താണ്. ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ഞും മുഖവും കൊണ്ട് കിബിലക്ക് മുന്നിടണം. നെഞ്ഞും മുഖവും കൊണ്ടാണ് കിബിലക്ക് മുന്നിടേണ്ടത്. അടുത്തതാ നെയ്തതിനു ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കൽ എന്താണ്? കറാഹത്താണ്. നെയ്തതിനു ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കല് കറാഹത്താണ്. അടുത്തത് എന്താണ്? വാഹനത്തിലാണെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ കിബിലക്ക് മുന്നിടണം. വാഹനത്തിൽ സൗകര്യമുണ്ടെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമില് കിബിലക്ക് മുന്നിടണം. അപ്പൊ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. നമുക്ക് പാഠത്തിന്റെ ഒരു ലഘു റിവിഷനും കൂടി ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. നമ്മുടെ ഒന്നാമത്തെ പാഠം ശത്രുൽ ഔറത്ത് മറക്കുന്നതിന്റെ വിധിയെ കുറിച്ചിട്ട് അതിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ്? നരച്ച മുടി, ചുവപ്പ്, മഞ്ഞ കളറ് കൊടുക്കൽ എന്താണ്? സുന്നത്താണ്. പിന്നെന്താണ്? നെയ്തതിന് ശേഷം കളർ ചെയ്ത വസ്ത്രം ധരിക്കല് കറാഹത്താണ്. അതുപോലെ പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലമാണ്. അന്യ പുരുഷന്റെ സമീപം സ്ത്രീയുടെ ഔറത്ത് ശരീരം മുഴുവനും മറയ്ക്കണം. പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗമാണ്. നിസ്കാരത്തിൽ സ്ത്രീയുടെ ഔറത്ത് മുഖവും 2 മുൻകൈയും ഒഴികെ എല്ലാ ഭാഗങ്ങളുമാണ്. വസ്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ള വസ്ത്രമാണ്. പുരുഷന് അണിയൽ ഹറാമാണ് 10 വസ്ത്രങ്ങളും സ്വർണം, വെള്ളി എന്നീ ആഭരണങ്ങളും. പുരുഷൻ നരച്ച മുടിയിൽ മൈലാഞ്ചി ചായം ഇടുന്നതിന്റെ വിധി സുന്നത്താണ്. പുരുഷന് ചെറുവിരലില് വെള്ളിമോതിരം ധരിക്കൽ സുന്നത്താണ്. ഔറത്ത് മറയ്ക്കാൻ ഒന്നുമില്ലെങ്കിൽ നഗ്നനായി നിസ്കരിക്കണം. പുരുഷൻ ഔറത്ത് മറയ്ക്കുമ്പോൾ പൊക്കിൽ മുതൽ മുട്ടുവരെയുള്ള ഭാഗങ്ങൾ നിർബന്ധമായി മറഞ്ഞിരിക്കണം. അമിതമായി ഇടുക്കം ഒഴിവാക്കണം. ശരീരാകൃതി പുറത്തു കാണുന്ന വിധത്തിലുള്ള വസ്ത്രം, അതായത് ടൈറ്റായ വസ്ത്രം, ഇതൊക്കെ ഒഴിവാക്കണം. ഇരുന്ന് വിസർജിക്കണം. പാൻറ് ധരിച്ച് നിൽക്കുമ്പോൾ മൂത്രമൊഴിച്ചാൽ വസ്ത്രത്തിലേക്ക് തെറിക്കുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇരുന്ന് വിസർജിക്കുന്നത് ശീലമാക്കണം. വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് വെള്ള വസ്ത്രമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഔറത്ത് മറക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിന്ന് 2 എണ്ണം എഴുതാനൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയണം. തൊലിയുടെ നിറം കാണിക്കാത്തതായിരിക്കണം. മുകൾ ഭാഗവും ചുറ്റുഭാഗവും മറയ്ക്കണം. അടിഭാഗം മറയ്ക്കേണ്ടതില്ല. ഔറത്ത് മറയ്ക്കാൻ ഒന്നുമില്ലാത്തവൻ നഗ്നനായി നിസ്കരിക്കണം. ആ നിസ്കാരം മടക്കേണ്ടതില്ല. അതുപോലെ സുന്നത്തുകള് പഠിച്ചിട്ടുണ്ട്. 2 വസ്ത്രം മാത്രമുള്ളെങ്കിൽ ഒന്ന് ധരിക്കുക, മറ്റൊന്ന് മുമ്പില് മറയില്ലെങ്കിൽ മുസല്ലയാക്കുക, ഇല്ലെങ്കിൽ മേൽത്തട്ടമാക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെന്താണ്? നിസ്കാരത്തിൽ നല്ല വസ്ത്രം ധരിക്കണം. തലയിലും ചുമലും മറക്കുക. പെരുന്നാൾ ദിവസം വില കൂടിയ വസ്ത്രങ്ങളാണ് അഫ്ളല്. ശരീരവണ്ണം പ്രകടമാകുന്ന വസ്ത്രം പുരുഷന് ഉത്തമമല്ല. അതൊക്കെ പാഠഭാഗം മനസ്സിലാക്കാൻ നമുക്ക് രണ്ടാമത്തെ പാഠം നോക്കാം. നിസ്കാരത്തിന്റെ ഷർത്താണ് കിബിലക്ക് മുന്നിടൽ. കിബില കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഅബയാണ്. ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുന്തു ഫവല്ലു വുജൂഹക്കും ശത്ര. എന്താണ്? നിങ്ങൾ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് മുഖം തിരിക്കുക. നിങ്ങൾ എവിടെയാണെങ്കിലും ആ ദിശയിലേക്ക് നിങ്ങളുടെ മുഖം തിരിക്കുക. അർത്ഥം എഴുതാന് വിട്ടവാൻ പൂരിപ്പിക്കാനൊക്കെ വരാം, പൂർത്തിയാക്കി കൊടുക്കാനൊക്കെ വരാം. കിബിലക്ക് മുന്നിടേണ്ട രൂപം എന്താണ്? കഅബ കാണുന്നവർ ഉറപ്പായും അല്ലാത്തവർ ധാരണ പ്രകാരവുമാണ് മുന്നിടേണ്ടത്. നിന്നോ ഇരുന്നോ നിസ്കരിക്കുന്നവർ നെഞ്ഞുകൊണ്ട്, ചെരിഞ്ഞു കിടന്ന് നിസ്കരിക്കുന്നവർ നെഞ്ഞും മുഖവും കൊണ്ട്, മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖവും ഉള്ളൻ കാലും കൊണ്ടും.
രോഗം പോലുള്ള കാരണത്താൽ കിബിലക്ക് മുന്നിടാൻ സാധിക്കാത്തവർ സാധ്യമാകുന്ന ദിശയിലേക്ക് തിരിഞ്ഞു കിടക്കണം, പിന്നീട് മടക്കണം. വെള്ളപ്പൊക്കം, തീ പിടുത്തം, ഹിംസജന്തുക്കൾ തുടങ്ങിയവയിൽ നിന്ന് ഭയന്നോടുമ്പോൾ കിബിലക്ക് മുന്നിട്ടോ അല്ലാതെയോ നിസ്കരിക്കാം. പിന്നെന്താ? യാത്രയിലെ നിസ്കാരം. ബസ്, ട്രെയിന്, വിമാനം തുടങ്ങിയ ഏത് വാഹനങ്ങളിൽ യാത്രാ സമയത്തും പവിത്രത മാനിച്ച് സാധ്യമാവും വിധം ഫർള് നിസ്കരിക്കണം. യാത്രയുടെ പേരിൽ ഒരു കാരണവശാലും നിസ്കാരം ഖളാ ആക്കാൻ പാടില്ല. കിബിലക്ക് മുന്നിലടക്കമുള്ള ഷർത്തുകളും മറ്റു ഫർളുകളും പൂർണ്ണമായി പാലിച്ചാലേ ആ നിസ്കാരം മടക്കേണ്ടതില്ല, പിന്നീട് ഇല്ലെങ്കിൽ മടക്കണം. ഹലാല യാത്ര സുന്നത്ത് നിസ്കാരത്തില് എന്താണ്? നടക്കുന്നവൻ റുക്കൂഉം സുജൂദും പൂർണ്ണമായ നിലയിൽ ചെയ്യലും അവയിലും തക്ബീറത്തുൽ ഇഹ്റാമിലും 2 സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തിലും കിബിലക്ക് മുന്നിടലും നിർബന്ധമാണ്. വാഹനത്തിലാണെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ കിബിലക്ക് മുന്നിടണം. റുക്കൂഉ, സുജൂദ് ഇതില് ആംഗ്യം കാണിച്ചാൽ മതി. കപ്പിത്താനല്ലാത്ത കപ്പൽ യാത്രക്കാർ സുന്നത്ത് നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടൽ നിർബന്ധമാണ്. കപ്പിത്താനല്ലാത്ത കപ്പൽ യാത്രക്കാർ സുന്നത്ത് നിസ്കാരത്തിൽ കിബിലക്ക് മുന്നിടൽ നിർബന്ധമാണ്. ഏത് യാത്രക്കാരാണ് കിബിലക്ക് മുന്നിടൽ നിർബന്ധമുള്ളതെന്ന് വെച്ചാൽ ഈ കപ്പൽ യാത്രക്കാര് മനസ്സിലാക്കണം. വാഹനത്തിൽ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്, കഅബ കാണുന്നവരും അല്ലാത്തവരും എങ്ങനെയാണ് കിബിലക്ക് മുന്നിടേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം, മനസ്സിലാക്കാം. അൽ കസ്റു വൽ ജംഉം കസ്റിന്റെയും ചില നിബന്ധനകള്, അതിന്ന് 2 എഴുതാൻ വരും. കസ്റിന്റെ നിബന്ധനകള് മാത്രം വരുന്നുണ്ട്. പിന്നെ ജംഉ 2 വിധം. ഏതൊക്കെ? ജംഉ തഖ്ദീമും ജംഉ തഅഖീറും. അത് ജംഉ തഖ്ദീമിന്റെ നിബന്ധനകള്, ജംഉ തഅഖീറിന്റെ നിബന്ധനകള്, അതൊക്കെ മനസ്സിലാക്കണം. ജംഉ തഅഖീറിന്റെ നിബന്ധനകള്: ആദ്യ നിസ്കാരത്തിന്റെ സമയം കഴിയും മുമ്പ് ജംഅ് ആക്കുന്നവൻ കരുതണം. 2 നിസ്കാരവും പൂർത്തിയാവും വരെ യാത്രയിലാവണം. ആദ്യ നിസ്കാരത്തിന്റെ സമയം കഴിയും മുമ്പ് ജംഅ് ആക്കുന്നു എന്ന് കരുതണം. 2 നിസ്കാരവും പൂർത്തിയാകും വരെ യാത്രയിലാവണം. 133 കിലോമീറ്റർ ദൂരമുള്ള യാത്രയിലാണ് ജംഉം കസ്റും അനുവദനീയമാകുന്നത്. എന്താണ് ജംഅ്, കസ്റ് ഒക്കെ നമ്മൾ നേരത്തെ ചോദ്യ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കണം. ജംഅ് എത്ര വിധം? ഏതെല്ലാം? 2 വിധം. ജംഉ തഅഖീറും ജംഉ തഖ്ദീമും. 2 വീതം എഴുതാന്. കസ്റിന്റെ നിബന്ധനകൾ, ജംഉ തഖ്ദീമിൻ്റെത് ഒക്കെ മനസ്സിലാക്കണം. അപ്പൊ ഇത്രയാണ് ഈ പാഠത്തില് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് അടുത്ത പാഠം നോക്കാം. വിത്ർ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരവും. വിത്ർ നിസ്കാരത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം ഇശാ നിസ്കാരത്തിന്റെയും ഫജ്റിന്റെയും ഇടയിലാണ് വിത്റിന് അനുയോജ്യമായ സമയം. വിത്ർ നിസ്കാരത്തിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം 1 റക്അത്താണ്. വിത്റിൽ ഒന്നിലധികം നിസ്കരിക്കുമ്പോൾ അവസാനത്തെ 3 റക്അത്തുകളിൽ, ഒന്നാമത്തെ റക്അത്തുകളിൽ സൂറത്തുൽ അഅ്ലായും 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂനയും 3ാമത്തേതില് സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദതൈനിയും ഓതണം. പതിവായി 1 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നതിന്റെ വിധി കറാഹത്താണ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ ഗുണങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കും, ചെയ്ത പാപങ്ങൾ പൊറുക്കാൻ കാരണമാകും, ദുഷ്പ്രവർത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നു, ശരീരത്തിന് രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിനും ബാധ്യതയാണ്. വിത്ർ നിസ്കാരത്തിന് ശേഷം സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 പ്രാവശ്യം ചെല്ല സുന്നത്താണ്. തഹജ്ജുദിന്റെ റക്അത്തുകൾക്ക് പരിധിയില്ല, എത്രയുമാവാം. റമദാനിൽ വിത്ർ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്താണ്. വിത്ർ നിസ്കാരത്തിന്റെ പൂർണ്ണമായ എണ്ണം 11 റക്അത്താണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിളാക മിൻ സുഹ്തിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ യുഹ്സി തനാഅ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. ഇത് വിത്റിന് ശേഷം ചൊല്ലൽ സുന്നത്താണ്. വിട്ടഭാഗം പൂർത്തിയാക്കാൻ വരും കേട്ടോ. വിത്ർ നിസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ വിത്റു ഹഖ്കുൻ അലാ കുല്ലി മുസ്ലിമിൻ. അൽ വിത്റു
ഹക്കു അലാ കുല്ലി മുസ്ലിമിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം രാത്രി ഉറങ്ങിയതിന് ശേഷമാണ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം രാത്രി ഉറങ്ങിയതിന് ശേഷമാണ്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ റക്അത്തുകൾ പരിധിയില്ല, എത്രയും നിസ്കരിക്കാം. തഹജ്ജുദ് നിസ്കാരം 2 റക്അത്തുകൾ വീതമായിട്ടാണ് നിസ്കരിക്കേണ്ടത്. തഹജ്ജുദ് നിസ്കാരത്തിൽ റക്അത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമായത് എന്താണ്? നൃത്തം ദീർഘിപ്പിക്കലാണ്. തഹജ്ജുദ് നിസ്കാരത്തിൽ റക്അത്തുകൾ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ഉത്തമം നൃത്തം ദീർഘിപ്പിക്കലാണ്. വിത്ർ നിസ്കാരം എല്ലാ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ചുരുങ്ങിയത് 1 റക്അത്തും പൂർണ്ണതയിൽ 11 റക്അത്തുമാണ്. പൂർണ്ണതയിലെ കുറഞ്ഞത് 3 റക്അത്താണ്. വിത്റിന്റെ കുറഞ്ഞതിലെ പൂർണ്ണത 3 റക്അത്താണ്. നിങ്ങൾ തഹജ്ജുദ് ശീലമാക്കുക, കാരണം അത് മുൻഗാമികളുടെ ശീലങ്ങളിൽപ്പെട്ടതും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗവുമാണ്. പാപമോചനത്തിന്റെ വഴിയും ദുഷ്പ്രവൃത്തികളിൽ നിന്ന് മനുഷ്യനെ തടയുന്നതുമാണ്. ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് അത് സംരക്ഷിക്കും. അടുത്ത 5ാമത്തെ പാഠം സ്വലാത്തു തറാവീഹ്. റമളാനിൽ പ്രത്യേകം സുന്നത്തുള്ള നിസ്കാരമാണ് തറാവീഹ്. ഇതിന് ഖിയാമു റമളാൻ എന്ന് പറയുന്നു. തറാവീഹ് എന്ന പദത്തിന്റെ അർത്ഥം വിശ്രമിക്കാനുള്ള ഇരുത്തങ്ങൾ എന്നാകുന്നു. എല്ലാ 4 റക്അത്തുകളുടെയും ഉടനെ സഹാബത്ത് വിശ്രമിക്കാറുണ്ടായിരുന്നു. അതിനാലാണ് തറാവീഹ് എന്ന് പേര് ലഭിച്ചത്. തറാവീഹ് എന്ന് പേര് ലഭിക്കാൻ കാരണം എന്തെന്നൊക്കെ ചോദിച്ചാൽ അത് മനസ്സിലാക്കി എഴുതണം. ഇശാ നിസ്കരിച്ച ശേഷം ഫജ്ർ വരെയാണ് സമയം. തറാവീഹ് 20 റക്അത്താണ്. റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. തറാവീഹ് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്താണ്. സുന്നത്താണ്. ഓരോ 2 റക്അത്തുകളും സലാം വീട്ടൽ നിർബന്ധമാണ്. തറാവീഹ് നിസ്കാരത്തിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നോ, ഖിയാമു റമളാനിൽ നിന്ന് 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്നോ ഓരോ റക്അത്തിലും നിയ്യത്ത് ചെയ്യണം. ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇശാഇനെ മഗ്‌രിബിലേക്ക് മുന്തിച്ച് ജമാഅക്കി നിസ്കരിക്കുന്നവർക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞ ശേഷം തറാവീഹ് നിസ്കരിക്കാവുന്നതാണ്. ഇശാഇനെ മഗ്‌രിബിലേക്ക് മുന്തിച്ച് ജമാഅക്കുന്നവർ ഇശാ നിസ്കാരം കഴിഞ്ഞ ശേഷം തറാവീഹ് നിസ്കരിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതൊക്കെ വിട്ടവാ പൂരിപ്പിക്കാൻ അർത്ഥം എഴുതാനൊക്കെ മനസ്സിലാക്കണം. ഇനി നമുക്ക് സുജൂദ് സഹ്വ്, 6ാമത്തെ പാഠം. സഹ്വിന്റെ സുജൂദ്. നിസ്കാരത്തിൽ ഉണ്ടാകുന്ന ചില അപാകതകൾക്ക് പരിഹാരമായി സലാമിന് മുമ്പ് ചെയ്യുന്ന 2 സുജൂദിനാണ് സഹ്വിന്റെ സുജൂദ് എന്ന് പറയുന്നത്. സഹ്വിന്റെ സുജൂദിന്റെ രൂപം എങ്ങനെയാണ്? സഹ്വിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് കരുതി സാധാരണ പോലെ 2 സുജൂദ്, അതിനിടയിൽ ഇരുത്തവും, അതാണ് സഹ്വിന്റെ സുജൂദിന്റെ രൂപം. സുജൂദിന്റെ വിധി എന്താണ്? സഹ്വിന്റെ സുജൂദ് സുന്നത്താണ്. എന്നാൽ ഇമാമ സഹ്വിന്റെ സുജൂദ് ചെയ്താൽ മഅ്മൂമും ചെയ്യൽ നിർബന്ധമാണ്. അറിഞ്ഞും മനഃപൂർവ്വം ഇമാമിന്റെ കൂടെ സുജൂദ് ചെയ്തില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. സുജൂദ് മറന്ന് സലാം വീട്ടിയ ഇമാമ് സഹ്വിന്റെ സുജൂദ് ചെയ്താൽ എഴുന്നേറ്റ് നിന്ന മസ്ബൂക്ക് സുജൂദിലേക്ക് മടങ്ങൽ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകും. പിന്നെ മസ്ബൂക്കിന് തന്റെ നിസ്കാരത്തിൽ അവസാനം വീണ്ടും സുജൂദ് സുന്നത്താണ്. മഅ്മൂമിന് മാത്രമായി തുടർച്ച വേളയിൽ സംഭവിക്കുന്ന തകരാറുകൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. മഅ്മൂമിന് മാത്രം തുടർച്ച വേളയിൽ സംഭവിക്കുന്ന തകരാറുകൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല. താഴെ പറയുന്ന കാരണങ്ങൾ ഉണ്ടായാൽ ഇമാമ സഹ്വിന്റെ സുജൂദ് ചെയ്തില്ലെങ്കിലും മഅ്മൂമ് അത് സുന്നത്താണ്. ഏതൊക്കെയാണ് കാരണങ്ങൾ? അബാദ് സുന്നത്ത് മറന്നോ മനഃപൂർവ്വമോ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതില് സംശയിക്കുക. അപ്പോൾ സഹ്വിന്റെ സുജൂദ് ചെയ്യണം. സഹ്വിന്റെ സുജൂദിന്റെ കാരണങ്ങളിൽ നിന്ന് 1 എഴുതുക, 2 എഴുതാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ കഴിയണം. പിന്നെന്താണ്? മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകുന്നതുമായ ഒരു കാര്യം മറന്നു ചെയ്താല്,
ഉദാഹരണം പറയുന്നുണ്ട് അവിടെ. എന്താണ്? ഫെയിലിയായ ഒരു ഫർള് മറന്ന് വർദ്ധിപ്പിക്കുക. അതായത് സുജൂദ് 3 ചെയ്തു. അങ്ങനൊക്കെ ഫെയിലിയായ റുക്നുകൾ വർദ്ധിപ്പിച്ചാൽ അവിടെ നമുക്ക് എന്താണ്? സഹവിൻ്റെ സുജൂദ് ചെയ്യണം. പിന്നെ കൗലിയായ ഒരു കാര്യം സ്ഥാനം മാറുക. കൗലിയായ ഒരു കാര്യം, അതായത് നമ്മൾ ചൊല്ലുന്ന ഏതെങ്കിലും ഒരു കാര്യം, ദിക്റ്, സുജൂദ് ചൊല്ലേണ്ട റുക്കൂയിൽ ചൊല്ലി, അപ്പോൾ അത് സ്ഥാനം മാറിയാൽ നമുക്കവിടെ സഹവിൻ്റെ സുജൂദ് ചെയ്യാം. ഉദാഹരണം ഫാത്തിഹ, സൂറത്ത്, അതൊക്കെ പറയുന്നുണ്ട് അവിടെ. മനസ്സിലായില്ലേ? അതൊക്കെ സ്ഥാനം മാറി ചൊല്ലിപ്പോയാൽ നമുക്കവിടെ സുജൂദ് ചെയ്യാം. എന്നാൽ എന്താണ്? മനഃപൂർവ്വം സ്ഥാനം മാറ്റിയാലും ഫെയിലിയായ ഫർള് വർദ്ധിപ്പിച്ചാലും നിസ്കാരം ബാത്തിലാവും. അത് മനസ്സിലാക്കണം. പിന്നെ കൂടുതൽ ലാവാൻ സാധ്യതയുള്ള നിലയിൽ റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയിച്ചാൽ ഈ ഘട്ടത്തിൽ എന്താണ് ചെയ്യേണ്ടത്? കുറഞ്ഞ എണ്ണം ഉറപ്പിച്ച് ബാക്കി നിസ്കരിക്കുക. അവസാനം സഹവിൻ്റെ സുജൂദ് ചെയ്യണം. സലാമിന് ശേഷമുണ്ടാകുന്ന സംശയത്തിൽ പരിഗണനയില്ല. എന്നാൽ നിയ്യത്തിലോ തക്ബീറത്തുൽ ഇഹ്റാമിലോ ആണ് സംശയിച്ചതെങ്കിൽ മടക്കി നിസ്കരിക്കണം. അതൊക്കെ ഈ പാഠത്തിൽ നിന്ന് മനസ്സിലാക്കാം. ഇത്രയാണ് ഈ പാഠത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും പാഠഭാഗത്തിൻ്റെ വീഡിയോ ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത റിവിഷനുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.